നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒട്ടനേകം പുണ്യക്ഷേത്രങ്ങളുള്ള കേരളത്തിൽ ഓരോ ക്ഷേത്രത്തിനും ഓരോ ഐതിഹ്യമുണ്ട്. അത്തരത്തിൽ വളരെ സവിശേഷമായ പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ഒരു ക്ഷേത്രമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ശ്രീ പാർവതി പരമേശ്വരന്മാർക്ക് തുല്യ പ്രാധാന്യം നൽകിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ശിവൻ്റെ ശ്രീകോവിലിൻ്റെ പാതിഭാഗത്താണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിവൻ കിഴക്കോട്ട് ദർശനം നൽകുമ്പോൾ പാർവതി പടിഞ്ഞാറോട്ടാണ് ദർശനം നൽകുന്നത്. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയും പടിഞ്ഞാറേ നടയും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു. ഇവിടുത്തെ ദേവീപ്രതിഷ്ഠയെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ഇത് ശ്രീ പാർവതിയുടേതാണെന്നും സതീദേവിയുടേതാണെന്നും ചിലർ വിശ്വസിക്കുമ്പോൾ ചിലപ്പതികാരത്തിലെ കണ്ണകയുടേതാണെന്നാണ് മറ്റു ചിലർ വിശ്വസിക്കുന്നത്. ദേവീപ്രതിഷ്ഠ എന്തു തന്നെയായിരുന്നാലും ഈ ക്ഷേത്രത്തിൽ മറ്റെവിടെയുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. ചെങ്ങന്നൂർ ഭഗവതിയുടെ തൃപ്പൂത്താറാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഉത്സവമാണത്. വർഷത്തിൽ 3-4 തവണ ഭഗവതി ഋതുമതിയാകുന്ന പതിവുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ശ്രീ പരമേശ്വരൻ്റെ അനുവാദമില്ലാതെ സതീദേവി തൻ്റെ പിതാവായ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ പങ്കുചേരാനായി യാഗഭൂമിയിലെത്തി. എന്നാൽ ക്ഷണിക്കാതെ വന്ന അതിഥിയായതിനാൽ ദക്ഷൻ മകളെ വേണ്ട വിധം സ്വീകരിച്ചില്ലെന്നു മാത്രമല്ല, മകളെയും ശ്രീ പരമേശ്വരനെയും വളരെയധികം അധിക്ഷേപിക്കുകയും ചെയ്തു. തൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ സതീദേവി താനിനി ജീവിച്ചിരിക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നിയതിനാൽ അവർ അവിടെ തന്നെ ഒരഗ്നികുണ്ഡം തീർത്ത് അതിൽ ചാടി ആത്മഹത്യ ചെയ്തു. തൻ്റെ പ്രിയ പത്നിക്ക് നേരിട്ട ദുരന്ത വാർത്തയറിഞ്ഞ പരമേശ്വരൻ കോപം കൊണ്ട് വിറച്ചു. ഈ കൊടും ക്രൂരതയ്ക്ക് പകരം ചോദിക്കണം എന്ന് തീരുമാനിച്ച് ഇടിവെട്ടും പോലെ അലറിക്കൊണ്ട് പരമേശ്വരൻ തൻ്റെ ജട പിടിച്ച് നിലത്താഞ്ഞടിച്ചതും അവിടെ 2 അമാനുഷിക ശക്തികൾ രൂപമെടുത്തു. രൗദ്രരൂപികളായ വീരഭദ്രനും ഭദ്രകാളിയും. അവർ ഭഗവാനെ വണങ്ങി ചോദിച്ചു, "ഭഗവാനെ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്?" ഇത് കേട്ട് ശ്രീ പരമേശ്വരൻ അവരോടായി പറഞ്ഞു, "എൻ്റെ പ്രിയ ഭാര്യയെ എനിക്കില്ലാതാക്കിയ ക്രൂരനായ ദക്ഷനെ ഒരു പാഠം പഠിപ്പിക്കണം. ദക്ഷൻ്റെ രാജധാനിയിൽ കെങ്കേമമായ ഒരു യാഗം നടക്കുകയാണ്. നിങ്ങൾ അവിടെ ചെന്ന് ആ യാഗം മുടക്കണം. യാഗഭൂമി അലങ്കോലപ്പെടുത്തുകയും വേണം." ഇത് കേട്ട മാത്രയിൽ വീരഭദ്രനും ഭദ്രകാളിയും യാഗഭൂമിയിലേക്ക് പുറപ്പെട്ടു. യാഗത്തിൻ്റെ കർമ്മങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കെ വീരഭദ്രനും ഭദ്രകാളിയും കൊടുങ്കാറ്റുപോലെ യാഗവേദിയിലേക്ക് ഇരച്ചുകയറി. ഹോമകുണ്ഡങ്ങളിൽ വെള്ളമൊഴിച്ചും കർമ്മം ചെയ്യുകയായിരുന്ന സന്യാസിമാരുടെ താടി പിഴുതെടുത്തും നാശം വിതച്ച അവർ യാഗശാല നിശേഷം തകർത്തു തരിപ്പണമാക്കി. ഇതെല്ലാം കണ്ട് ഭയചകിതനായ ദക്ഷൻ അവരോട് എതിർക്കാൻ ധൈര്യപ്പെടാതെ ഒരിടത്ത് ഒളിച്ചു. എന്നാൽ അവർ ദക്ഷനെ പിടികൂടി. ഭദ്രകാളി തൻ്റെ വാളുയർത്തി ഒറ്റവെട്ട് ആ ശിരസ് നിലത്ത് കിടന്ന് പിടച്ചു. യാഗഭൂമി രക്തഭൂമിയായി മാറി. ഈ സമയം അവിടെ എത്തിച്ചേർന്ന പരമശിവൻ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ദക്ഷൻ്റെ ശിരസ്സാണ് കണ്ടത്. ഈ കാഴ്ച തൻ്റെ കോപത്തെ അല്പമൊന്ന് ശമിപ്പിച്ചു. എങ്കിലും ആ തല കാലുകൊണ്ട് തട്ടി ദൂരേക്കെറിഞ്ഞു. അപ്പോഴാണ്
ഹൃദയഭേദകമായ ആ കാഴ്ച കണ്ടത്. തൻ്റെ പ്രിയപ്പെട്ടവളുടെ കത്തിക്കരിഞ്ഞ ശരീരം. ഇത് കണ്ടു നിൽക്കാനാവാതെ അദ്ദേഹം ആ ശരീരത്തിനടുത്തിരുന്ന് കണ്ണീർ വാർത്തു. തെല്ലുനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എൻ്റെ ദേവി, ഇതിനു വേണ്ടിയായിരുന്നു എൻ്റെ വാക്കുകൾ കേൾക്കാതെ പിതൃഗ്രഹത്തിലേക്ക് പോന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ ഈ യാത്ര ഞാൻ വിലക്കിയത്. കത്തിക്കരിഞ്ഞിട്ടും ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന ദേവിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന പരമേശ്വരൻ്റെ ഭാവം മാറി. ആ കണ്ണുകൾ ചുവന്നു തൊടുത്തു. അദ്ദേഹം വിറച്ചു. അദ്ദേഹം തൻ്റെ പ്രിയതമയുടെ ശരീരം വാരിയെടുത്ത് രക്തം തളം കെട്ടിയ ആ യാഗഭൂമിയിൽ നൃത്തം ചവിട്ടാൻ തുടങ്ങി. ചടുല നൃത്തത്താൽ ഭൂമി കുലുങ്ങി. ബ്രഹ്മവിഷ്ണു ദേവന്മാരും ദേവേന്ദ്രനുമെല്ലാം അത് കണ്ട് ഭീതി പൂണ്ടു. അവർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ച് ഇങ്ങനെ പറഞ്ഞു, ശ്രീ പരമേശ്വരൻ്റെ താണ്ഡവനൃത്തം ത്രിലോകങ്ങളെയും നശിപ്പിക്കാൻ ശക്തിയുള്ളതാണെന്നറിയാമല്ലോ. ഭഗവാൻ തൃക്കണ്ണ് തുറന്നാൽ നമ്മളെല്ലാം ഭസ്മമാകും. സർവനാശം ഒഴിവാക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനിതിന് പരിഹാരമുണ്ടാക്കാം. അങ്ങനെ അവർ ദക്ഷൻ്റെ രാജധാനിയിലെത്തി. അവിടെ പരമേശ്വരൻ്റെ സംഹാര താണ്ഡവത്താൽ പരിസരമെങ്ങും ചുട്ടുപഴുത്തിരുന്നു. മഹാവിഷ്ണു പുഞ്ചിരിയോടെ തൻ്റെ സുദർശന ചക്രം സതീദേവിയുടെ മൃതശരീരത്തിനു നേരെ അയച്ചു. അടുത്ത ക്ഷണം സതീദേവിയുടെ മൃതദേഹം കഷ്ണങ്ങളായി മുറിഞ്ഞു. അവ ഓരോന്നായി വിദൂരങ്ങളിൽ ചെന്നു വീണു. ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് അവ പതിച്ചത്. സതീദേവിയുടെ തല ചെന്നു വീണത് തളിപ്പറമ്പിലാണ്. മറ്റവയവങ്ങൾ പലയിടങ്ങളിലായി പതിച്ചപ്പോൾ യോനി ഭാഗം ചെന്നു വീണത് ചെങ്ങന്നൂരിലായിരുന്നു. ഇങ്ങനെ ദേവിയുടെ അവയവങ്ങൾ പതിച്ച ഭാഗങ്ങളിലെല്ലാം ശിവചൈതന്യം ദൃശ്യമായി. യോനിഭാഗം വീണതുമൂലം ചെങ്ങന്നൂരിലെ ഭഗവതി ഋതുവാകുന്ന പതിവുണ്ടായി. ഭഗവതിയുടെ ആർത്തവകാലം തൃപ്പൂത്ത് എന്ന ആഘോഷമായി മാറി. തൃപ്പൂത്തിൻ്റെ അടയാളം ഭഗവതിയുടെ ഉടയാടയിലാണ് കാണുക. ഉടയാട അഴിക്കുമ്പോൾ രക്തമുദ്ര കണ്ടാൽ കഴകക്കാരൻ അത് ക്ഷേത്രം ഭരണാധികാരികളെ അറിയിക്കും. തുടർന്ന് താഴവൺമഠത്തിലും മഞ്ഞിപ്പുഴ മഠത്തിലുമുള്ള മുതിർന്ന അന്തർജനങ്ങളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. തൃപ്പൂത്ത് ഉറപ്പായാൽ ഭഗവതിക്ക് പിന്നെ മൂലവിഗ്രഹത്തിൽ ഇരിക്കാനാവില്ല. അർച്ചനാ വിഗ്രഹത്തിലേക്ക് ദേവിയെ ആവാഹിച്ച് തന്ത്രി ചുറ്റമ്പലത്തിലെ പ്രത്യേക മുറിയിൽ ഇരുത്തും. പിന്നെ ദേവി ശുദ്ധയാകുന്നതുവരെ 3 ദിവസത്തേക്ക് പടിഞ്ഞാറേ നട തുറക്കില്ല. 4-ാം ദിവസമാണ് ദേവിയുടെ തൃപ്പൂത്താറാട്ട്. പമ്പാനദിയിലാണ് ആറാട്ട് നടത്തുന്നത്. തൃപ്പൂത്തിൻ്റെ അടയാളം കണ്ട ഉടയാട അലക്കുജോലി കുലത്തൊഴിലാക്കിയ മണ്ണാത്തി അലക്കിക്കൊണ്ടുവരും. ദേവീ വിഗ്രഹം എണ്ണ തേപ്പിച്ച് നീരാടിച്ച ശേഷം പിടിയാനപ്പുറത്ത് എഴുന്നള്ളിക്കും. പെൺകുട്ടികളുടെ താലപ്പൊലിയോടെയാണ് ഈ എഴുന്നള്ളിപ്പ് നടത്തുക. ഒപ്പം വാദ്യമേളങ്ങളുമുണ്ടായിരിക്കും. ഭഗവതി കിഴക്കേ നടയിലെത്തുമ്പോൾ അയിത്തം മാറിയ പത്നിയെ സ്വീകരിക്കാൻ ശ്രീ പരമേശ്വരൻ ആനപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാകും. പിന്നെ ശ്രീ പരമേശ്വരനും പാർവതിയും ഒന്നിച്ച് ക്ഷേത്രം പ്രദക്ഷിണം വയ്ക്കും. തന്ത്രി പടിഞ്ഞാറേ നട തുറന്ന് അർച്ചനാവിഗ്രഹവും മൂലവിഗ്രഹവും ചേർത്ത് വെച്ച് ദീപാരാധന നടത്തും. ഭഗവതിയുടെ തൃപ്പൂത്ത് കണ്ട ഉടയാട ഭക്തജനങ്ങൾക്ക് ദർശിക്കാനും വണങ്ങാനും അവസരമുണ്ട്. ഈ വസ്ത്രം വിൽപ്പനയ്ക്കും വയ്ക്കും. വീട്ടിലെ ശുദ്ധമായ മുറിയിൽ തൃപ്പൂത്തുടയാട വെച്ച് പൂജിക്കുന്നത് ഐശ്വര്യദായകമാണെന്നാണ് വിശ്വാസം. ഭഗവതിക്ക് തൃപ്പൂത്തുണ്ടാകുമെന്നത്
ശുദ്ധ അസംബന്ധമാണെന്ന് വിശദീകരിച്ച് ക്ഷേത്രത്തിനുള്ള തൃപ്പൂത്ത് ചെലവ് നിർത്തലാക്കിയ മൺട്രോയെ ദേവി ശിക്ഷിച്ച ഐതിഹ്യം നിലവിലുണ്ട്. മൺട്രോയുടെ ഭാര്യയ്ക്കും മക്കൾക്കും രോഗം പിടിപെട്ടപ്പോൾ അദ്ദേഹം ഭഗവതിയോട് മാപ്പിരക്കുകയും തൃപ്പൂത്ത് ചെലവും അനുവദിക്കുകയും ചെയ്തു. അതോടെ അവരുടെ രോഗം ഭേദമായി. മാനസാന്തരം വന്ന മൺട്രോ തൻ്റെ പേര് കൊത്തിയ സ്വർണ്ണാഭരണം ഭഗവതിക്ക് സമർപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ അത്യപൂർവമായ ഒന്നാണ് ചെങ്ങന്നൂർ ഭഗവതിയുടെ തൃപ്പൂത്ത് എന്നതിൽ സംശയമില്ല. ചെങ്ങന്നൂർ ഭഗവതിയുടെ അനുഗ്രഹം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.